ഒരു പ്രതിജ്ഞ ചൊല്ലിയിരുന്നു. എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ്. ചെറുപ്പം മുതലേ സ്കൂളുകളിൽ നിന്നൊക്കെ നമ്മൾ ചൊല്ലി പഠിച്ച് പരിചയിച്ച് വന്ന ഒരു വിഷയമാണത്. പക്ഷേ ഇതിന് ഘടകവിരുദ്ധമായി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഉസ്താദിൻ്റെ ക്ലിപ്പ് കേട്ടു. അതിൽ പറയുന്നത് പുരുഷ മേധാവിത്വത്തെ സ്ഥാപിച്ചുകൊണ്ട് സ്ത്രീ സമൂഹത്തെ രണ്ടായി വിഭജിച്ച് അന്യരും അന്യരല്ലാത്തവരും, അതിലൊരു വിഭാഗത്തെ നോക്കിക്കൂടാ, കണ്ടുകൂടാ, തൊട്ടുകൂടാ, സംസാരിച്ചുകൂടാ, ഇടകലർന്നുകൂടാ, ഈ രൂപത്തിൽ സ്ത്രീ സമൂഹത്തെ അരികുവൽക്കരിക്കുന്ന ഒരു ക്ലിപ്പാണ് സോഷ്യൽ മീഡിയയിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അന്യര് എന്ന് മുദ്ര കുത്തി കണ്ടുകൂടാ, ഇടകലർന്നുകൂടാ, ഈ നിലക്ക് സ്ത്രീ സമൂഹത്തെ അരികുവൽക്കരിക്കേണ്ടതുണ്ടോ എന്നാണ് ചോദ്യം. അല്ല, എനിക്ക് മനസ്സിലാവാത്ത കുറച്ച് കാര്യങ്ങൾ നമുക്ക് വ്യക്തതയ്ക്ക് വേണ്ടിയാണ്. സ്ത്രീകളെ അരികുവൽക്കരിച്ചു, അവർ വേറെയായി കണ്ടു. അതെ, പുരുഷ മേധാവിത്വത്തെ സ്ഥാപിച്ചുകൊണ്ട് എന്താണ് ഇപ്പോൾ ഒരു സ്ത്രീയോടാണ്ട് ഇടകലർന്നാൽ എന്തിന് ഈ സമൂഹത്തിലെ സ്ത്രീ പുരുഷന്മാർ ഇത്രമാത്രം തെറ്റിദ്ധരിക്കണം? എല്ലാവരുടെയും ഒരു ശബ്ദമായിട്ടായിരിക്കും ഒരുപക്ഷെ ചോദിക്കണത്. ആണും പെണ്ണും ഇടകലരാം, അതിലെന്തിനാ നിങ്ങൾ ഇത്ര പ്രശ്നമുണ്ടാക്കുന്നത്? ഇതാണ് ചോദ്യത്തിൻ്റെ ഒരു ആകത്തുക. ആ ക്ലിപ്പിൽ പറഞ്ഞത് എന്തോ ഒരു പുരുഷ മേധാവിത്വം പറഞ്ഞു എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. അത് മാത്രമേ മനസ്സിലാവത്തുള്ളൂ. അതായത് സ്ത്രീകളെ കണ്ടുകൂടാ, തൊട്ടുകൂടാ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും സ്ത്രീ ഉണ്ടല്ലോ. സ്ത്രീകളെ കണ്ടുകൂടാന്ന് റബ്ബേ, നമ്മളങ്ങനെ പറയുമോ? അതാണ് പറയില്ലല്ലോ. സ്ത്രീകളെ കണ്ടുകൂടാന്ന് ഒരു മനുഷ്യൻ പറയോ? അല്ല, അതാണ് അതിൽ ഞാൻ ചോദിച്ചത്. ആ ക്ലിപ്പിൽ ഞാൻ ചോദിച്ചത്, സ്ത്രീകളെ കണ്ടുകൂടാന്ന് ഒരു മനുഷ്യൻ പറയോ? അതാണ് ഉമ്മയുടെ മുഖത്തിങ്ങനെ നോക്കിയിരിക്കണമെന്ന് പഠിപ്പിച്ച മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് കൂലി ഉണ്ടെന്ന് മുത്തുനബി പഠിപ്പിക്കുമ്പോൾ ഉമ്മ ഒരു സ്ത്രീയല്ലേ? ഇങ്ങനെയൊന്നും പറയരുത്. സ്ത്രീ വിരുദ്ധത എന്ന് പറയുന്നതേ ഇല്ല. ഉമ്മയുടെ മുഖത്ത് നോക്കണം, ഭാര്യയോട് ചിരിച്ച് കളിച്ച് സംസാരിക്കണം, അവരോട് സ്നേഹത്തോടെ ഇടപെടണം. മക്കളെയൊക്കെ, പെൺമക്കളെയൊക്കെ വളരെ സ്നേഹത്തോടെ അവരോട് പെരുമാറണം. ഞാൻ പറഞ്ഞത് അതാണ്. സ്ത്രീ വിരുദ്ധത എന്ന് പറയുമ്പോൾ അവിടെയാണ് ഇതിന്റെ പ്രശ്നം വരുന്നത്. സ്ത്രീ വിരുദ്ധത പറയുന്നത് ഈ ഉമ്മാനെ പെട്ടെന്ന് വൃദ്ധസദനത്തിൽ കൊണ്ടാക്കുക, അതാണ് ഉമ്മാനെങ്ങനെ സൈഡാക്കുക, പെട്ടെന്ന് അത് നോക്കാതെക്കുക, ഉമ്മാനെ മെയിൻ ചെയ്യാതെക്കുക. അതൊക്കെ സ്ത്രീ വിരുദ്ധത തന്നെയല്ലേ? അതല്ലേ അതിന്റെ ഒരു പ്രശ്നം? പെങ്ങളെ ആങ്ങളെ നോക്കാതിരിക്കുമ്പോഴല്ലേ സ്ത്രീ വിരുദ്ധത പറയണത്? അല്ല, ഒരു ആടിനെ ആദ്യം ആരും പോയി അടിച്ചു കൊല്ലൂല. ആടിനെ ആദ്യം പട്ടിയാക്കും, പിന്നെ പട്ടിയെ പേപ്പട്ടിയാക്കും, എന്നിട്ട് ഒരൊറ്റടിയാ. ഇതേപോലെ സ്ത്രീ സമൂഹത്തെ താഴ്ത്താൻ വേണ്ടി, പാർശ്വവൽക്കരിക്കാൻ വേണ്ടി ഉസ്താദ് ആ ക്ലിപ്പിൽ ആദ്യം ചെയ്തത് രണ്ടായി ഡിവൈഡ് ചെയ്ത്, അന്യരും അല്ലാത്തവരും. എന്നിട്ട് അന്യരോട് മിണ്ടരുത്, തുടരുത്. പേപ്പട്ടിയാക്കിയ സ്ഥിതിക്ക് നിങ്ങൾ പേപ്പട്ടിയാക്കിയപ്പോൾ പറയാണ്, വൃദ്ധസദനം മൊത്തത്തിലൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കൂടുതൽ ആൾക്കാർ അഡ്രസ്സ് നിർത്തി കഴിഞ്ഞാൽ മൊത്തത്തിൽ അതിൻ്റെ ഒരു, നമ്മളിപ്പോൾ ചർച്ച ഇവിടെ നിർത്തി വെക്കുക. പക്ഷെ അത് എല്ലാവരോടും ഒന്ന് പറയുകയാണ് ഞാൻ. മൊത്തം വൃദ്ധസദനങ്ങൾ മൊത്തത്തിൽ ലോകത്തുള്ള മൊത്തം ചെക്ക് ചെയ്തിട്ട് ആടിനെ പട്ടിയാക്കിയത് ആരാന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി, എന്നിട്ട് ഒറ്റ തട്ടാണ് തട്ടുമല്ലോ വൃദ്ധസദനത്തേക്ക്. അപ്പോൾ ഇങ്ങനെ ഈ വൃദ്ധസദനങ്ങൾ ചെക്ക് ചെയ്യുക, അന്വേഷിക്കുക. അതിപ്പോൾ നിങ്ങളും നമ്മൾ മാത്രമല്ല, ശബ്ദം കേൾക്കുന്ന മീഡിയയിൽ ഇതൊക്കെ കമൻ്റ് അടിക്കാൻ കുറച്ച് ആൾക്കാർ വരുമല്ലോ. സാധനം എന്താ അത്ര പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരില്ലേ? സ്ത്രീയോട് ഭയങ്കര താല്പര്യം. അവർ മൊത്തം ലോകത്തുള്ള ഇങ്ങനെ സ്ത്രീകളെ കൊണ്ട് തള്ളിയ ഉമ്മയെ, സ്ത്രീകളിൽ ഉമ്മ എന്ന് പറയുന്ന സ്ത്രീയുടെ ഒരു സ്ഥാനം നോക്കൂ നിങ്ങൾ. ഉമ്മയെ കൊണ്ട് തള്ളിയ മൊത്തം അഡ്രസ്സ് പരതിയിട്ട്, അതൊരു പ്രത്യേക വിഭാഗത്തെ ടാർഗറ്റ് ചെയ്തതുകൊണ്ടാണ് ഈ അഡ്രസ്സ് പരതേണ്ടി വരുന്നത് കേട്ടോ. അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ഒരു പ്രത്യേക ടീമിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ പ്രതിക്കൂട്ടിൽ നിർത്തുമ്പോഴാണ് ഒരു പഠനം നടത്തിയാൽ എണ്ണത്തിൽ കുറവ്, ഈ വിശ്വാസം പറയുന്ന, ഈ മതാചാരങ്ങൾ മുറുക്കിപ്പിടിക്കുന്ന ഈ സംഘത്തിൻ്റെ പേര് കുറവായിരിക്കും. മറിച്ചുള്ള സംഘമായിരിക്കും അവിടെയൊക്കെ കൂടുതൽ മെമ്പർമാരായിട്ടുണ്ടാവുക എന്നത് ജസ്റ്റൊരു, ഞാനിവിടെ പറഞ്ഞു. ഇനി നിങ്ങൾക്ക് മീഡിയയിലൊക്കെ അത് പരതി നോക്കാവുന്നതും വീണ്ടും കമൻറ്റുകൾക്കനുസരിച്ച് നമുക്ക് പ്രതികരിക്കാവുന്നതുമാണ്. ആടിനെ പട്ടിയാക്കിയപ്പോൾ അതാണ്ട് ആണ്ട് അവസാനിച്ചോട്ടെ വെച്ചിട്ട് പറഞ്ഞാണ്. ഈ പട്ടിയാക്കൽ എവിടെ കൂടുതൽ നടക്കണത് എന്നുള്ളത് ചോദിച്ചാൽ അപ്പം പിന്നെ ആ സിസ്റ്റം, ഇതിനെങ്ങനെ ഒന്ന് ഒതുക്കണമെന്ന് ചിന്തിക്കുന്ന സിസ്റ്റം ശരിക്കും ഉള്ളത് എവിടെയെന്നറിയോ? സ്ത്രീനെ പുരുഷൻ്റെ പോലെ ആക്കണം, സമ്മാക്കണം. എന്നിട്ടോ
എന്ത് ചോദിച്ചാലും ഞാനും സമം ഇച്ചും സമം എന്ന് അവളോട് പറഞ്ഞിട്ട് തൽക്കാലം അവൾക്ക് നമ്മൾ ചെയ്തു കൊടുക്കണമെന്ന് മതങ്ങൾ പറഞ്ഞ സംസ്കാരമുണ്ടല്ലോ, അതൊക്കെ ഒന്ന് ഇല്ലാതാക്കിയിട്ട് ഫ്രീ ആയിട്ട് നടക്കണം. ആ രൂപത്തിൽ ആടിനെ പട്ടിയാക്കലാണ് മറുവശത്ത് നടക്കുന്നത്. ഞാൻ പറഞ്ഞത് അന്യ പെണ്ണ് എന്ന് പറഞ്ഞ ഒരു സങ്കല്പത്തെയാണല്ലോ ഞാൻ ആ ക്ലിപ്പിൽ അവതരിപ്പിച്ചത്. തീർച്ചയായിട്ടും ഈ അന്യ പെണ്ണ് എന്നുള്ള ഒരു കൺസെപ്റ്റ് വേണമെന്നാണ്. എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരന്മാരാണ് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് എന്തിനാണ് ഈ അന്യ എന്ന ഒരു വേർഡിൻ്റെ ഒരു... അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ മീഡിയകളിലൊക്കെ ചർച്ച നടക്കുന്നത് ഇസ്ലാം പറഞ്ഞതും അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ ഇടകലരുത് എന്നതിനെതിരെയാണ് സംസാരിച്ചിട്ടുള്ളൂ. അപ്പം പറയുന്നത് സ്ത്രീ വിരുദ്ധത എങ്ങനെയാവുക? അന്യ എന്ന് പറയുന്ന പദത്തെ ഒന്നുകിൽ പൂർണ്ണമായി നിങ്ങൾ കട്ട് ചെയ്യണം, അന്യ വേണ്ട തന്നെ എന്ന് പറഞ്ഞാൽ അങ്ങനെ പെങ്ങളും പെണ്ണും ഉമ്മയും അന്യ പെണ്ണും നമ്മുടെ പെണ്ണും എന്നുള്ളൊരു മാറ്റമൊന്നുമില്ല. എല്ലാവരും കൂടി ഒന്നായിട്ട് അങ്ങനെ ജീവിക്കട്ടെ, ഇഷ്ടം പോലെ ആവട്ടെ. ഇങ്ങനെ ഒരു സംസ്കാരത്തെയാണോ നിങ്ങൾ പറയുന്നതെങ്കിൽ നിങ്ങളെ മുമ്പിൽ അന്യ പെണ്ണ് എന്നൊരു സാധനം തന്നെ ഇല്ലല്ലോ. അന്യ പെണ്ണെന്ന് പറയുന്നത് തന്നെ തെറ്റായിപ്പോവും. ഞാൻ ചോദിക്കുന്നത്, ഇവിടെ മുസ്ലിം വിഭാഗം എന്ന് പറയുന്നത് മാറ്റിവെക്കുക. അന്യ പെണ്ണ് എന്ന് പറയുന്നത് ആ സങ്കല്പം തന്നെ വേണ്ട എന്ന് പറയുന്ന ഒരാൾക്കാർ ഇതിൽ ഇടപെടേണ്ട യാതൊരു കാര്യമില്ല. കാരണം പുറത്തെ പെണ്ണ് അന്യ പെണ്ണാണോ? അങ്ങനെ പറയാൻ പാടില്ല. അപ്പം പിന്നെ നിന്നോട് ഉസ്താദ് അവർകളൊന്നും പറഞ്ഞിട്ടില്ല, അന്യ പെണ്ണിൻ്റെ കൂടെ കൂടണ്ടെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. അന്യ പെണ്ണെന്നെ ഇല്ല എന്ന് വാദിക്കുന്ന ആളുകൾക്ക് ഇതിലെന്തിന് വിഷമിക്കണം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, ഇല്ലാത്തൊരു അന്യത ഉണ്ടാക്കി എന്നുള്ളതൊരു പ്രശ്നം, അതിൻ്റെ പിന്നിൽ ഒരു തീരുമാനം പറഞ്ഞു എന്നുള്ള രണ്ടാമത്തെ ഒരു പ്രശ്നം. അന്യ പെണ്ണ് എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ലല്ലോ, പിന്നെ എന്തിന് അത് ഉണ്ടാക്കി അവളോട് ഇങ്ങനെ പെരുമാറണമെന്ന് പറഞ്ഞു? അന്യ പെണ്ണെന്നൊരു സംഗതി ഇല്ല സമൂഹത്തിൽ. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഭാര്യയും നമ്മൾ കല്യാണം കഴിക്കാത്ത, നിക്കാഹ് ചെയ്യാത്ത, അതല്ലെങ്കിൽ രജിസ്റ്റർ വിവാഹം നടത്താത്ത മറ്റു പെണ്ണും രണ്ടും പെണ്ണാണ്, രണ്ടും സഹോദരന്മാരാണ്. തീർച്ചയായിട്ടും രണ്ടാളും കഥ പറയാ, വിറ്റടിക്കുക, സംസാരിക്കുക, ഇഷ്ടപ്പെട്ടവരുടെ കൂടെ പോവുക, ഇഷ്ടപ്പെട്ടവരുടെ കഥ പറയാ. അല്ല, ഇഷ്ടപ്പെട്ടോടെ പോകാന്നല്ല, വരാം. അല്ല, ഒരു ലിമിറ്റ്. സ്ത്രീ വിരുദ്ധതല്ലേ? അല്ല, അവിരുദ്ധതയല്ല, അത് സ്ത്രീയുടെ സുരക്ഷിതത്വത്തിന്റെ ആവശ്യമാണ്. അങ്ങനെ പറയൂ. നമ്മൾ ഏതായാലും അവരെ സമാക്കല്ലേ, സമത്വം, സ്ത്രീ പുരുഷ സമത്വം. പിന്നെ ഇവനൊരു ഭാര്യയെ കല്യാണം കഴിച്ചു എന്നുള്ളതുകൊണ്ട് വേറെ പെണ്ണോട് സംസാരിക്കാൻ പാടില്ല എന്ന് ഉസ്താദ്മാർ പറയുകയാണേ, അതാണ് അടുത്ത പ്രശ്നം. അല്ല, ആവശ്യങ്ങൾക്ക് സംസാരിക്കാം, പരിധി വിടാഞ്ഞാൽ മതി. പരിധി ഇല്ലല്ലോ. ആവശ്യം അവളെ കൂടെ സംസാരിച്ചപ്പോൾ അവനക്ക് ആവശ്യം അവളോട് സംസാരിക്കണം എന്ന്, പിന്നെ അവളായിട്ട് കൂടണം, അവളായിട്ടൊന്ന് യാത്ര ചെയ്യണം, ഒരു ടൂർ പോകണം എന്ന് അവന്റെ ആവശ്യമാണത്. അല്ല, അതല്ല, എന്റെ സ്നേഹിതനായ ഒരു പുരുഷനെ അവളുടെയും കൂടി ആവശ്യമാണെങ്കിലോ? അല്ല, ആവശ്യം എന്താ നോക്കണം, അതിൽ അപകടം. നിങ്ങളൊരു സ്ത്രീയെ ഒരിക്കലും ഒരു സൈഡിലേക്ക് മാറ്റി നിർത്തരുത്. ഈ ശൈലി നിങ്ങളിൽ നിന്ന് തീരണ്ടാവും, ഒരിക്കലും ഉണ്ടാവില്ല. ഒരാളൊരു ഭാര്യയെ കല്യാണം കഴിച്ചു എന്നുള്ളതൊരു നാട്ടു നടപ്പൻ നിൽക്കാൻ നടന്നു. പക്ഷെ ഈ ആൾക്ക് മറ്റൊരു പെണ്ണിനായിട്ട് സംസാരിക്കുക, സന്തോഷം, കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സന്തോഷം, കാര്യങ്ങളൊക്കെ റാഹത്തായിട്ട് രണ്ടാൾക്കും ടൂർ പോകാൻ പൂതിയായാൽ, രണ്ടാൾക്കും ആയിട്ടോ, ഒരാൾക്ക് മാത്രമല്ല. എന്താണാവോ ഈ കമന്റ് അടിക്കുന്ന പെണ്ണിന്റെ അഭിപ്രായം? ഈ പറയപ്പെടുന്ന ആണ് ഇവിടെ ഭർത്താവ് ആണെങ്കിൽ സുരക്ഷിതത്വം ഉണ്ടെങ്കിൽ പോവാം, സുരക്ഷിതത്വം ഒരു ടൂർ പോയിട്ട് കറങ്ങി പിടിച്ച് വന്നോട്ടെ. അല്ല, അപകടം ഉണ്ടാഞ്ഞാൽ മതി. അതിന്റെ പിന്നിൽ അങ്ങനെയാണ്. അല്ല, സമൂഹത്തിൽ അപകടം വരുത്തി വെക്കണം എന്ന് ആരും പറഞ്ഞില്ലല്ലോ. ശരിയാണ്. അപ്പൊ ഇപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്ത്, ഈ സാധനം മാത്രം ഒരു കണ്ടന്റ് പ്രത്യേകം എഴുതിയിട്ട് നിങ്ങൾ വിട്ടിട്ട് അടിയിൽ കമന്റ് ചോദിക്കുകയാണ്. ഭർത്താക്കന്മാർ അവരിഷ്ടപ്പെട്ട സ്ത്രീകളുമായി, സ്ത്രീകൾക്കും ഇഷ്ടമാണെങ്കിൽ അവരുടെ ഇഷ്ടത്തിൽ നമ്മൾ കൈകടത്തണ്ട. എല്ലാവരും സഹോദരന്മാരാണ്. അവർ സഞ്ചരിച്ച് സന്തോഷം പോലെ ജീവിക്കട്ടെ രണ്ടു കൂട്ടരും. ഇതിന് കമന്റ് അടി ചോദിച്ചു നോക്കിയാൽ ഈ ഫെമിനിസ്റ്റുകളായ ഈ നമ്മുടെ പെങ്ങന്മാരുണ്ടല്ലോ, അവര് കല്യാണം കഴിഞ്ഞ എന്തായാലും ഇതിനെതിരായിരിക്കും. അതല്ല, അതിപ്പോ പറയാം. മൊത്തത്തില് സംസ്കാരം, ചില സംസ്കാരം മേത്തുക്കെടുക്കുമ്പോൾ മാത്രം അതൊരു സംസ്കാരമാണെന്ന് പറയലോ. അങ്ങാടി പറയുമ്പോൾ ആ സംസ്കാരത്തിനെതിര് പറയാ, വീട്ടിൽ വന്നാൽ ആ സംസ്കാരത്തിന് വേണ്ടി ഒച്ചുണ്ടാക്കുക.
ഈ ഒരു സിസ്റ്റമാണ് ഇവിടെ യഥാർത്ഥത്തിൽ നടക്കുന്നത്. അതാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, അന്യ എന്ന സങ്കല്പമില്ല, ചർച്ചന്നല്ല. നിങ്ങൾ സംസാരിക്കുമ്പോൾ ചോദിക്കാനുള്ളത് അപ്പ ചോദിച്ചോളണം, പറയാനുള്ളത് സ്പോട്ടിൽ പറഞ്ഞോളണം. പിന്നെ ഈ കമന്റിൽ അവിടെ പോയി ഇവിടെ പോകുന്ന സമയം കളയരുത്. ആർക്ക് വേണമെങ്കിൽ കയറി ഒന്ന് ചോദിക്കാൻ പറ്റും. അങ്ങനെ ഉണ്ട്. ഈ വിഷയം ഒരു ധാരണയാവാൻ തന്നെ ഞാൻ ചോദിക്കണം. പറഞ്ഞോളി. അതല്ല, മറ്റൊരുത്തന്റെ ഭാര്യയുമായി ടൂർ പോണ വിഷയമല്ല. ഇപ്പൊ എന്റെ വൈഫിനെ ഒരാൾ ടൂർ കൊണ്ടുപോകണമെങ്കിൽ എന്റെ ഒരു സൗകര്യം കൂടി നോക്കണ്ടേ? ശരി, ഈ വൈഫ്, ഈ വൈഫ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയല്ലേ? അത് സമൂഹത്തിന്റെ ആവശ്യമാണ്. ഞാൻ ചോദിക്കുന്നത്, പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രകൃതിയാണ്. പ്രകൃതിപരമായി അവരുടെ ഭംഗി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആഘോഷിച്ച് സന്തോഷിച്ച് ലോകത്ത് പരസ്പരം സന്തോഷത്തോടെ ജീവിച്ചു പോകുമ്പോൾ ആവശ്യമില്ലാത്തൊരു വൈഫും അതിൻ്റെ ഇടയിൽ ഒരു കല്യാണവും ഇതൊക്കെ ഉണ്ടാക്കിയത് കൊണ്ടല്ലേ ഈ പെണ്ണ് പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റില്ല, ഈ ആണ് പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ ഇതൊരു കുടിസല്ലേ? അല്ല, അത് ഈ പ്രകൃതിയുടെ സംസ്കാരത്തിന്റെ ആവശ്യമാണ്. സംസ്കാരത്തിന്റെ ആവശ്യത്തിന് വേണ്ടി ഒരു കുടിസ് ഒക്കെയാണ്. സംസ്കാരം നിലനിർത്താൻ ഒരു കുടിസ് ഒക്കെയാണ്, അതിലൊരു അന്യത ഒക്കെയാണ്. ഇത് പറയുന്നത് ഞാനല്ല. ഈ സംസ്കാരത്തിന് വേണ്ടി ശബ്ദിക്കുന്ന മുസ്ലിം നാമധാരി പോലും അല്ലാത്തവർ അവരാവശ്യപ്പെടുന്ന ആവശ്യം എന്താണെന്നറിയോ? ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഇവർക്കിടയിൽ അങ്ങനെ ടൂർ പോകാൻ അങ്ങനെ വിട്ടുകൊടുക്കരുത് കേട്ടോ, അങ്ങനെ വിട്ടുകൊടുക്കരുത്. അങ്ങനെ ഒരു പെണ്ണിന് വേറൊരു ആളുടെ ഭർത്താവിൻ്റെ കൂടെ പോകാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അതിനിടയിൽ കയറി വന്ന നിങ്ങൾക്കറിയോ, ഈ ഭർത്താവിൻ്റെ കൂടെ പോകാൻ പറ്റൂല എന്ന് ഇപ്പം പറയണ്ടല്ലോ. എഴുതി വെച്ചോളൂ, ഏതെങ്കിലും ഒരു പെണ്ണിന് അവളുടെ ഭർത്താവ് വഴിവിട്ടു പോകരുതെന്ന് ചിന്തയുണ്ടെങ്കിൽ, ഏതൊരു ഭർത്താവിനും പെണ്ണിനെ കുറിച്ച് ബോധമുണ്ടെങ്കിൽ, ഇപ്പോ ഈ ലെവലിൽ ഇങ്ങനെ വിട്ടുകൊടുത്താൽ പിന്നെ വലിയ പ്രശ്നമൊന്നും പിന്നെ ഉണ്ടാവില്ല. സംസ്കാരത്തിന്റെ സ്വഭാവം അങ്ങനെയാണ്, അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. പണ്ടത്തെ പ്രശ്നം പിന്നെ ഉണ്ടാവില്ല. നമ്മൾ പ്രതികരിച്ചിട്ടില്ലെങ്കിൽ ഇത് സിമ്പിളാവും. അതുകൊണ്ടാണ് മറ്റൊരു നാട്ടിലെ കൾച്ചർ ഇപ്പോൾ അങ്ങനെയാണ്. നിങ്ങൾ യൂറോപ്യൻ കൾച്ചർ എന്താന്ന് വിചാരിച്ച് അപ്പം വിട്ടിട്ട് പോണെന്നാ പറയണത്. നാളെ ഒരാൾ പറഞ്ഞിട്ട് വേണ്ടെന്ന് തോന്നിയാൽ വേണ്ടെന്ന് വെക്കണം. അവരോട് പറയണം സന്തോഷത്തോട്, എനിക്ക് വേണം വേണം, വേണ്ട വേണ്ട. വേറൊരാളോട് വേണം വേണം, വേണ്ട വേണ്ട. വാപ്പല്ല, ഉമ്മല്ല, പെങ്ങളില്ല, പെണ്ണില്ല, ഒന്നുമില്ല എന്നുള്ളൊരു സംസ്കാരം ഒരു സ്ഥലത്ത് ആയിക്കഴിഞ്ഞു. ഇപ്പം ഉണ്ടാതെന്നാൽ ഇവിടെ അതാവും, ഇവിടെ അതാവും. ഇപ്പോഴുള്ള മുസ്ലിം എന്ന് മാത്രമല്ല പറയണത്, കുടുംബ വ്യവസ്ഥ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരും അത് ഇഷ്ടപ്പെടുന്നില്ല. ആരും അത് ഇഷ്ടപ്പെടുന്നില്ല. ഇഷ്ടപ്പെടാത്തവരുടെ ഇപ്പം ഇഷ്ടപ്പെടാത്ത ഈ സംസ്കാരം ഇതാ നമ്മുടെ നാട്ടിൽ വരാനിരിക്കുന്നു. ഒറ്റ ചോദ്യം ചോദിക്കുകയാണ്, മിണ്ടാതിരിക്കുക. സംസ്കാരം അതിന്റെ വഴിക്ക് പോട്ടെ. ആളുകളൊക്കെ യൂറോപ്പിലേക്ക് കടക്കട്ടെ, അമേരിക്കയിൽ പോകട്ടെ, എല്ലാ കൾച്ചറും ഒന്ന് കണ്ടുപഠിക്കട്ടെ. ഒന്ന് ഫ്രീഡത്തിന് വേണ്ടി കേരളത്തിലേക്ക് ആ കൾച്ചർ കൊണ്ടുവരട്ടെ. അങ്ങനെ ടൂറിസത്തിന്റെ വഴിയായും അല്ലാത്ത വഴിയായും കേരളത്തിലേക്ക് കൾച്ചറുകൾ വരട്ടെ. ആ കൾച്ചർ ഈ കേരളത്തിലും അതുപോലെ സ്വതന്ത്രമായി നടക്കട്ടെ. അങ്ങനെ നടന്നാൽ നാളെയുടെ ഭാവിയിൽ, ഇന്ന് മുസ്ലിം എന്നല്ല അമുസ്ലിം എല്ലാ മനുഷ്യനും കേരളത്തിന്റെ സംസ്കാരത്തിൽ പറയുന്ന ഒരു ഭാഷയാണ് ചോദ്യകർത്താവ് പറഞ്ഞത്. അതെ, അതിനൊരു ലെവലൊക്കെ വേണം, ഒരു തർത്തീപൊക്കെ വേണം. അങ്ങനൊന്നും അത് വിട്ടുകൊടുക്കാൻ പറ്റില്ല ഭർത്താവിനെ എന്ന് പറഞ്ഞ ആ ഒരു ഭാഷയുണ്ടല്ലോ, ആ ഭാഷ നാളെ ഇവിടെ നിലനിൽക്കില്ല. ഈ വാക്കിനെതിരെ പറയാൻ ധൈര്യമുള്ളവരുണ്ടെങ്കിൽ മീഡിയയിൽ വന്ന് പറയണം. ഇത് പറയുമ്പോഴാണ് പാവപ്പെട്ട ഒരുപാട് കമന്റ് എഴുതുന്ന സ്ത്രീകളുണ്ട്. അവർക്കറിയോ ഈ സംസ്കാരം നാളെ ഇവൾക്കെതിരാവുന്നു? ഈ സംസ്കാരം നാളെ ഇവൾക്കെതിരാണ്. ഇവൾക്കെതിരാണ് ഈ സംസ്കാരം എന്ന് ഈ എഴുതുന്ന പെണ്ണിനറിയുമോ? ഈ സംസാരിക്കുന്ന ഭർത്താവിനറിയുമോ? ഇവനെതിരെയാണ് ഇവനിപ്പോൾ പറയുന്ന സംസ്കാരം എത്താൻ പോകുന്നത്, ഇന്നല്ല നാളെ. അത് ഇപ്പോൾ തന്നെ ഒന്ന് മുൻകൂട്ടി പറയുക എന്നുള്ളതാണ് പണ്ഡിത ധർമ്മം. നാളെ വരാനിരിക്കുന്ന അപകടം ഇന്നൊന്ന് നേരത്തെ കൂട്ടി പറയും. ഇതാണ് പണ്ഡിതന്മാർ ചെയ്തത്. അല്ലെങ്കിൽ പ്രതികരിക്കും. അല്ല, യൂറോപ്യൻ കൾച്ചർ ഇത് സംസ്കാര ശൂന്യമാണെന്നാണ് നമ്മുടെ രാജ്യത്തിന്റെ പൊതുബോധം. അതിങ്ങോട്ട് കൊണ്ടുവരാൻ നമ്മൾ അനുവദിക്കൂല. അതല്ല വിഷയം. അല്ല, മോശമല്ല, അങ്ങനെയൊക്കെ പറയാൻ പാടില്ല. അപ്പൊ തന്നെ ഈ യൂറോപ്പിനെ ഒരു പ്രത്യേക ഭാഗത്തേക്ക് തള്ളി. ഇല്ല, സംസ്കാര ശൂന്യമാണെങ്കിൽ നമ്മൾ തള്ളും. ഒരു മനുഷ്യന്മാരല്ലേ, അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? ഇന്നത്തെ ഈ പുരോഗമന ലോകത്ത് യൂറോപ്യൻ കൾച്ചർ സംസ്കാര ശൂന്യമാണെന്നൊക്കെ പറയാനുള്ള ധൈര്യം കേരളത്തിലെ സംസ്കാരം ഇപ്പോ ആ ധൈര്യമുള്ള ഒരു സംസ്കാരത്തിലുള്ള ഒരു സ്റ്റെപ്പിലുള്ള ഇപ്പോ. എന്നാൽ യൂറോപ്പിലെ ഇന്നത്തെ കേരളത്തിന്റെ ഈ ധൈര്യത്തിലായിരുന്നു കുറച്ചു മുമ്പ്. അതല്ല, ഇപ്പൊ കേരളം എത്തിയിരിക്കുന്ന ഒരു പവർ ഉണ്ടല്ലോ, ഈ പവറിലായിരുന്നു പണ്ട് യൂറോപ്പ്. ഇന്ന് യൂറോപ്പ് നമുക്ക് പോലും ഇഷ്ടമില്ലാത്തിടത്തേക്ക് എത്തി. യൂറോപ്പ് എല്ലാം അത് ഉൾക്കൊണ്ടു ചെയ്തു. എങ്കിൽ ഇനി അടുത്ത കേരളം
ഇന്നത്തെ യൂറോപ്പാണ്. പക്ഷേ ഇന്നത്തെ കേരളീയ മണ്ണിൽ ജീവിക്കുന്ന ഈ സംസ്കാരം നിലനിൽക്കുന്നറിയുന്ന എല്ലാ മനുഷ്യ വിഭാഗത്തിനും അതിഷ്ടമില്ല. ഇഷ്ടമില്ലെങ്കിൽ അതിനുവേണ്ടി പൊരുതൂ. അതിവിടെ നാളെ വരാനിരിക്കുന്നു എന്ന് ചിന്തിച്ച് തിരിച്ചറിയൂ. അതുകൊണ്ട് ഒരു സംസ്കാരം ഇവിടെ നിലനിൽക്കണമെന്ന് കരുതുന്നവർ ഈ ലോകത്ത് തന്നെ സുരക്ഷിതത്വം സ്ത്രീക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതൊന്നും പയ്യെ മനസ്സിലാക്കൂ. പെട്ടെന്ന് പ്രതികരിക്കില്ലല്ലോ വേണ്ടത്. മർഹബ. അല്ല, യൂറോപ്യൻ കൾച്ചർ എന്ന് പറഞ്ഞത് അർദ്ധനഗ്നതയാണ്. അതിങ്ങോട്ട് കൊണ്ടുവരണമെന്ന് ഇവിടെ ആരും പറയില്ല, ബുദ്ധിയുള്ള ആരും പറയില്ല. അങ്ങനെയാണ്. ഈ ഡ്രസ്സിന്റെ കാര്യത്തിലുള്ള നഗ്നതയുടെ കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമുക്കൊരു പണി ചെയ്യാം. ഈ സ്ത്രീ അങ്ങനെങ്കിലൊക്കെ നടന്നോട്ടെ എന്ന് പറയുന്ന സ്ത്രീയോട് പൂർണ്ണമായി വിവസ്ത്രയായി നഗ്നത പൂർണ്ണമായും വെളിവാക്കിക്കൊണ്ട് പെണ്ണ് നടക്കുക എന്നുള്ളതിനെ പറ്റി അഭിപ്രായം എന്തായിരിക്കും? പറ്റില്ല. അതിപ്പോ ഒരു ഇടങ്ങറാക്കലല്ലേ ഓളെ? അല്ല, അത് ഓളെ രക്ഷിക്കലാണ്. രക്ഷിക്കൽ എങ്ങനായി? കാരണം അപകടം ഉണ്ടാവും. എങ്ങനെയാണാവോ അപകടം ഉണ്ടാവുക? ഒരു പെണ്ണ് അവളുടെ സ്വാതന്ത്ര്യത്തിന് പോകുമ്പോ അവളെ നേരെ ചെല്ലുന്ന ആളെ പിടിച്ച് ജയിലിട്ടാ പോരെ? അല്ലാതെ അവളോട് നീ ഡ്രസ് അണിയാൻ പറയാണോ വേണ്ടത്? ഇതാണോ സംസ്കാരം? ഒരു പെണ്ണ് ഒന്നിടാതെ പോകാൻ പോകുന്നുണ്ടെങ്കിൽ അവള് ആ റോട്ടിൽ കൂടെ പോകും. അപ്പൊ വേറെ ആണുങ്ങൾക്ക് അങ്ങനെ താല്പര്യം എന്ന് പ്രശ്നം ഉണ്ടായാലോ ആ ആണിനെ പിടിച്ച് ജയിലിടണം, അല്ലെങ്കിൽ അവർക്ക് എതിരെ നമുക്ക് കേസ് കൊടുക്കണം. അല്ലാതെ ഇവരോട് ഡ്രസ് ഇടാൻ പറയല്ലോ വേണ്ടത്. ഇതല്ല ഇന്നത്തെ നിങ്ങളുടെ ഉസൂൽ. അല്ല, അവിടെ വേറെ വിഷയം കൂടി ഉണ്ട്. പൊതുബോധത്തിനെതിരാണത്. പൊതുബോധം എന്നിട്ടൊരു സാധനം തന്നെ തൽക്കാലം ഇവിടെ ഇല്ലാന്നാണ് എന്റെ അഭിപ്രായം. നിങ്ങൾ ശ്രദ്ധിക്കും. ഈ പൊതുബോധം ഇന്നലത്തെ പൊതുബോധം ഇന്നത്തെ പൊതുബോധമല്ല. ഇന്നലത്തെ പൊതുബോധം ഇന്നത്തെ പൊതുബോധമല്ല. ഞാൻ പറഞ്ഞല്ലോ, യൂറോപ്പിലേക്ക് പോയിട്ട് കൾച്ചർ മാറേണ്ട കാര്യമില്ല. യൂറോപ്പിൽ നിന്ന് നമ്മുടെ മൊബൈലിലൊക്കെ ഉള്ളത് കൊണ്ട് കൾച്ചർ നമ്മൾ അറിയാതെ മാറിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മക്കളുടെ മൊബൈലിലൂടെയും അല്ലാതെയും യൂറോപ്യൻ കൾച്ചറുകൾ സാധാ ദിനം പ്രതി വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ആരുടെയും ബുദ്ധിമുട്ടില്ലാതെ കൾച്ചറുകൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിന് തെളിവല്ലേ ഇന്നത്തെ ചില നടിമാരുടെ ചില വസ്ത്രധാരണ ചർച്ചയായത്. അത് തന്നെ വേണം വേണ്ടെന്ന അഭിപ്രായമില്ലേ? എത്രേ തലമുറക്കാത്ത സ്ത്രീകളും ഈ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിനെ തീരെ ഉൾക്കൊള്ളാത്ത ആൾക്കാരും അത്തരം ഡ്രസ്സ് വേണ്ടിയില്ല എന്നുള്ള അഭിപ്രായത്തിൽ തൽക്കാലപ്പുണ്ട്. അവരെന്താണ് പറയുന്നത്? ആ സ്ത്രീകൾ ആ മറക്കണമെന്ന് പറയുന്ന ആളുകൾ പറയുന്നത് എന്താണ്? എനിക്കതൊന്ന് മനസ്സിലാക്കി തരണം. ഈ ശബ്ദം ആര് കേൾക്കുന്നുണ്ടെങ്കിലും നിങ്ങളൊക്കെ ശ്രദ്ധിക്കാനാണ് ഞാൻ പറയുന്നത്. സ്ത്രീ വസ്ത്രം ധരിക്കണം എന്നതിൽ ഇന്നിപ്പോ കേരളത്തിൽ തർക്കമില്ല. അത് ഫുള്ള് വേണോ വേണ്ടേ എന്നുള്ളതിലാണ് തർക്കം. എന്താ അഭിപ്രായം? അഭിപ്രായം പറയാ. സ്ത്രീ വസ്ത്രം ധരിക്കണോ വേണ്ടേ? ധരിക്കണം. അതിൽ തർക്കണ്ടോ? വസ്ത്രം ധരിക്കണം എന്നാണ് നമ്മൾ പറഞ്ഞത്. അതെ, ധരിക്കണമെന്ന് ആരും പറഞ്ഞിട്ടില്ല, ആരും പറയില്ല. വസ്ത്രം ധരിക്കണം എന്ന് പറഞ്ഞാൽ മറക്കണം. അതെ, നഗ്നത മറക്കണം. നഗ്നത മറക്കണം. പക്ഷെ മൊത്തം കൊണ്ട് ആവരണം ചെയ്യണതിന് നമുക്ക് യോജിപ്പില്ല. അപ്പൊ ഈ മറക്കണം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലായില്ല. സ്ത്രീ അതിന് അറബി പറഞ്ഞ ഹിജാബ് എന്നാണ് പറയട്ടെ. ഈ മറക്കുക എന്ന് പറഞ്ഞാൽ അറബിയിൽ ഹിജാബ് എന്നാണ് പറയാ. അപ്പൊ സ്ത്രീക്ക് ഹിജാബ് വേണം എന്നുള്ളതിൽ കേരളത്തിൽ ഇപ്പൊ തർക്കമില്ല. യൂറോപ്പിൽ തർക്കമുണ്ട്, പക്ഷെ കേരളത്തിൽ ഹിജാബ് വേണം എന്നതിൽ തർക്കമില്ല. പക്ഷെ അതിന്റെ അളവിൽ തർക്കമുണ്ട്. അങ്ങനെ ആക്കിയാലോ? അളവിൽ തർക്കമുണ്ട്. ഹിജാബ് വേണം. മൂടി പുതക്കണ്ടാന്ന്. മൂടി പുതക്കണോ മൂടാതെ പുതക്കണോ എന്നുള്ളത് നമുക്ക് പിന്നെ സംസാരിക്കാം. ഹിജാബ് വേണം, മറ വേണം. ശരി, ഈ മറ വേണമെന്ന് പറഞ്ഞല്ലോ. തീർച്ചയായിട്ടും. എന്തിനാണാവോ നഗ്നത മറക്കാൻ? എന്തിന്? അവൾക്ക് താല്പര്യമില്ലാത്ത നഗ്നത നിങ്ങൾ എന്തിനാ മറക്കണത്? അല്ല, കാണുന്ന ആൾക്കാർക്ക് താല്പര്യം പ്രശ്നമാവും. കാണുന്ന ആൾക്കാരെ പ്രശ്നമാണത്. ഇതാണ് ഇവരുടെ ഡയലോഗ്. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്, അത് കാണുന്നവരുടെ പ്രശ്നമാണ്. ഒരു സ്ത്രീയുടെ നഗ്നത കാണുമ്പോത്തിനും നിങ്ങൾക്ക് എന്താണോ നിങ്ങളെ കൊണ്ടുപോയി ജയിലിലടക്കാന്നല്ലാതെ അതിന് സ്ത്രീകളെ തരം താഴ്ത്തണം എന്നല്ലേ ചോദിക്കണം. ആ ചോദ്യം എന്താ ഈ അർദ്ധനഗ്നതയിൽ ഉപയോഗിക്കാത്തത്? അല്പനഗ്നതയിൽ എന്താ പറയാത്തത്? ആ നഗ്നതയിൽ എടോ അപ്പൊ ഉമ്മാനെ മറന്നോ? നിനക്ക് ഉമ്മയില്ലേ എന്നല്ലേ ചോദിക്കണേ? നിനക്ക് ഉമ്മയില്ലേ എന്നാ ചോദിക്കുക ഒറ്റടിക്ക്. നിനക്ക് ഉമ്മയില്ലേ? എങ്ങനെ നടന്നാലും പ്രശ്നമില്ല, എങ്ങനെ പോയാലും കുഴപ്പമില്ല, നിന്റെ കൂടെ ഉമ്മ ഉണ്ടാവാറില്ല എന്നാ ചോദിക്കുക. അപ്പൊ എന്നാ പിന്നെ ഉമ്മ ഉണ്ടെങ്കിൽ പിന്നെ ഇതിനെ വേറെ ആളെ പെണ്ണ് കേട്ടാ നിൽക്കണേ? ഉമ്മ വേറെയാണ് പെണ്ണ് വേറെയാണ് എന്നുള്ളത് സംസ്കാരം കേരളത്തിൽ ഇപ്പല്ലേ ഉണ്ട്. അത് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ കേരളീയർ? ഉണ്ട്. എങ്കിൽ പിന്നെ മറ്റുള്ളവരുടെ വസ്ത്രത്തിന്റെ വിഷയത്തിലാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ
കുറച്ചെങ്കിലും മറക്കണം എന്ന അഭിപ്രായം ഉണ്ടല്ലോ. തീർച്ചയായിട്ടും അതൊരു കമ്പോളവൽക്കരണം നടക്കണില്ല അവിടെ. അവിടെ യഥാർത്ഥത്തിൽ ഒരു സ്ത്രീയുടെ ചില ഭാഗങ്ങളെ കച്ചവടം ചെയ്യാണ് എൻ്റെ അഭിപ്രായം. കുറച്ച് മറക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒരു സ്ത്രീ, ഒരു കുഴപ്പമില്ലാത്ത സ്ത്രീക്ക് ഒരു പ്രത്യേക ഭാഗങ്ങൾ മറക്കണമെന്നൊരു വാശി, പ്രത്യേക ഒരു വാശി. ആരാറിയോ? ഇസ്ലാമല്ല കേട്ടോ. ഇസ്ലാമിന് ഒരു പ്രശ്നമില്ല, കാരണം ഫുള്ള് മറക്കണം എന്നാ പറഞ്ഞത്. ഇസ്ലാമിന് അങ്ങനെ ഒരു പെണ്ണിനോട് ഒരു കഷ്ണം മുറിച്ച് പെണ്ണിനെ കച്ചവടം ചെയ്യുന്ന പരിപാടി ഇസ്ലാമിനില്ല. അത് ഇവർക്കുണ്ടോ എന്നൊരു സംശയമുണ്ട്. അവർക്ക് കുറച്ച് മറച്ചോട്ടെ, കാരണം അത് പ്രശ്നമാണ്. അപ്പം പ്രശ്നമായ ഒരു ഏരിയ, പ്രശ്നമല്ലാത്ത ഒരു ഏരിയ എന്നതിലേക്ക് സ്ത്രീയുടെ ശരീരത്തെ രണ്ടാക്കി തിരിക്കുകയും ഒരു സ്ഥലം കച്ചവടത്തിനുള്ളതാണ്, അത് പ്രശ്നമുള്ളതാണ്, മറ്റേ സ്ഥലം പ്രശ്നമുള്ളതല്ല എന്ന് വകതിരിക്കുകയും അതിൽ എത്രത്തോളം ഉൾക്കൊള്ളിക്കണമെന്നതിൽ തർക്കം നടക്കുകയും ചെയ്യുന്ന ഒരു കേരളീയ സംസ്കാരത്തിലാണ് ഇന്ന് നമ്മളുള്ളത്. ഞാനൊന്നേ പറയുന്നുള്ളൂ, സ്ത്രീയുടെ ശരീരഭാഗങ്ങളിൽ മറക്കണം എന്ന് പറഞ്ഞിടത്ത് നിങ്ങൾ തന്നെ പറഞ്ഞു പുരുഷന്മാർക്ക് ആകർഷണീയത വരുന്നത് കൊണ്ടാണ് അത് മറക്കണമെന്ന് പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു പുരുഷൻ ഈ കേരളീയ ചരിത്രത്തിൽ ഒരു പെണ്ണിനെ പ്രണയിച്ചത് ആ മറക്കുന്ന രംഗം മറക്കാത്തത് കൊണ്ടാണോ, അതോ മറ്റു മറക്കണ്ട എന്ന് പറഞ്ഞ മുഖം പോലോത്തത് കണ്ടിട്ടാണോ? ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പ്രണയം വന്നത് എന്ത് കണ്ടിട്ടാ? മുഖം കണ്ടിട്ടാണ്. ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പ്രണയം വന്നത് കാണാൻ പറ്റുമെന്ന് പറഞ്ഞ ഭാഗങ്ങളുണ്ടല്ലോ സംസ്കാരം. ആ സംസ്കാരത്തിലുള്ള ഭാഗങ്ങളിൽ നിന്നല്ലേ ആണുങ്ങൾ പെണ്ണുങ്ങളെ സ്നേഹിച്ച് ഈ കണ്ട കാലം വരെ നടന്ന പ്രശ്നം നടന്നത്. ഈ കണ്ട പ്രശ്നങ്ങൾ മുഴുവനും ഉണ്ടായത് ഈ മറക്കണ്ട എന്ന് എല്ലാവരും പറഞ്ഞ ഭാഗം കണ്ടിട്ടില്ലേ? അപ്പൊ അവിടെ സൗന്ദര്യമില്ലേ? അതല്ലേ സൗന്ദര്യം, അവിടെയല്ലേ ആകർഷണീയത. അതുകൊണ്ടല്ലേ ഈ പ്രശ്നങ്ങളെല്ലാം ഇവിടെ ഉണ്ടാകുന്നത്. ഇവിടെ വിഷയം എത്രയേ ഉള്ളൂ. കുറച്ച് മറക്കണമെന്ന് പറഞ്ഞവർ പേടിച്ച ഒന്നുണ്ട്. ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ആളുകളോട് ഞാൻ പറയണത്, കുറച്ച് മറക്കണം എന്നതിൽ ആർക്കും തർക്കമില്ല ഇന്ന് കേരളത്തിൽ. എന്ന് പറഞ്ഞാൽ കുറച്ചാൾക്കാർ അപ്പോഴും ഉണ്ടാവും കേട്ടോ, നിങ്ങളിൽ ഇടപെടണ്ടാവും. അത് അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ നടന്നോട്ടെ എന്ന് പറയുന്നവരിപ്പോൾ ഉണ്ടാവും. നാളെ അത് കൂടി വരും. പക്ഷെ ഇപ്പൊ ഏതായാലും അൽഹംദുലില്ലാ കേരളീയ സംസ്കാരത്തിൽ കൂടുതൽ ആൾക്കാരും കുറച്ച് മറക്കണം എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഒരു ഫിലോസഫി ഉണ്ട്. ആ കുറച്ച് മറക്കൽ, അതിൻ്റെ പിന്നിലൊരു ഫിലോസഫി ഉണ്ട്. മുഴുവൻ അഴിച്ചിടാൻ ആരും സമ്മതിക്കുന്നില്ല. അതിൻ്റെ പിന്നിലുള്ള ഫിലോസഫി എന്താണോ, അന്യ പുരുഷന് ഉണ്ടാകുന്ന ആകർഷണീയത അപകടത്തിലേക്ക് കൊണ്ടുപോകുമെന്നതാണെങ്കിൽ ആ പെണ്ണിന്റെ മുഴുവൻ ശരീരത്തിനും സൗന്ദര്യമുണ്ടെന്നും അവളുടെ മുടി പോലും ഒരു പുരുഷന് ആകർഷണീയത ഉള്ളതാണെന്നും ഒരു പെണ്ണിനെ പൂർണ്ണാർത്ഥത്തിൽ സുന്ദരിയാണവൾ, അവൾക്ക് സൗന്ദര്യമുണ്ട്, അവളുടെ ഏത് ശരീരഭാഗവും ആകർഷണീയത ഉള്ളതും വിലപിടിപ്പുള്ളതും വലിയ ആരും ആഗ്രഹിക്കുന്നതുമാണ്. പെണ്ണിന് ഇഷ്ടം അതായിരിക്കും കേട്ടോ. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതായിരിക്കും ഒരു പെണ്ണിന് പോലും ഇഷ്ടം. അത് അങ്ങനെ തന്നെ ആവണം. എന്റെ മുടി അടിപൊളിയാണ്, ആർക്കും കണ്ട ഇഷ്ടപ്പെടണം. എന്റെ മുഖം അടിപൊളിയാണ്, ആരും കണ്ട ഇഷ്ടപ്പെടണം. അതാണ് ഒരു പെണ്ണിനും ഇഷ്ടം. ഈ സത്യം ഒരു വിഭാഗം തിരിച്ചറിഞ്ഞു. എന്നിട്ടോ ഈ അപകട സാധ്യത ശരീരത്തിൽ എങ്ങനെ ഉണ്ടാകുമെന്ന് പൂർണ്ണമായി ഉൾക്കൊള്ളുകയും കുറച്ച് വേണമെന്ന് പറഞ്ഞോടുത്ത് നിങ്ങളുടെ ഫിലോസഫി മുഴുവനും ഉണ്ടാവട്ടെ എന്ന് ഇവർ തീരുമാനിക്കുകയും ചെയ്തു. ഇവിടെ വേറെന്ത് പ്രശ്നമുള്ളത്? അപ്പോ ആ സ്ത്രീയുടെ കുറച്ചു ഭാഗം മറക്കണമെന്ന് പറഞ്ഞവർ ഒരു കാര്യം ഉറപ്പിച്ചോളണം, നാളെ ഈ അളവ് ചുരുങ്ങി വരും. ഇന്നലത്തെ കേരളത്തിന്റെ ഒരു സംസ്കാര രീതിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അഭിനയങ്ങളിലൂടെ മീഡിയകളിലൂടെ കൾച്ചർ കയറി വന്ന് ഡ്രസ്സിന്റെ ഇന്നലത്തെ അളവ് മാറിയിട്ടുണ്ട് കേട്ടോ, അതറിയാതെ പോയിട്ടുണ്ട്. നാളെ ഇനിയും മാറും. ഇന്ന് പറയുന്ന ഈ ആളുകൾ എത്ര അളവാണോ പറയുന്നതെങ്കിൽ ദയവ് ചെയ്ത് മീഡിയയിൽ അതൊന്ന് കുറിച്ചിടണം. എൻ്റെ അഭിപ്രായമാണിത്.
മീഡിയ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇന്നത്തെ കേരള സംസ്കാരം എത്ര അളവ് മറക്കണം എന്നാണെങ്കിൽ അത് ഇന്ന് കുറിച്ചിടണം. ഇന്ന് 10 കൊല്ലം കഴിഞ്ഞിട്ട് ഇന്ന് നിങ്ങൾ കുറിച്ചിട്ട ആ അളവുണ്ടല്ലോ, ആ അളവ് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് ആരെല്ലാം അനുകൂലിക്കുന്നു, ആരെല്ലാം പ്രതികരിക്കുന്നു എന്ന് കമന്റ് ഇടാൻ പറഞ്ഞാൽ ഇന്നിട്ട ആൾക്കാരെ മുഴുവൻ കുട്ടികളും പേരക്കുട്ടികളും എതിരായി ഉണ്ടാവും. ഇങ്ങനെ ഒരു സംസ്കാരത്തിന് വേണ്ടി ശബ്ദിക്കുന്നവർക്കെതിരെ നിങ്ങൾ ശബ്ദിക്കുകയും അവരെ മൂലയിലാക്കാമെന്ന് നിങ്ങൾ കരുതുകയും ഈ സംസ്കാരം വേണ്ട, ഇങ്ങനെ ഒരു പ്രത്യേക മൃഗീയതയാണെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ട് നിങ്ങൾ മുന്നോട്ട് പോയാൽ ഇന്ന് നിങ്ങൾ വരക്കണം, നാളെ നിങ്ങളുടെ മക്കൾ അതിനെതിരായിരിക്കും. ഈ ആർഗ്യുമെന്റ് നിങ്ങൾ എന്തായാലും മീഡിയയിൽ ശ്രദ്ധിക്കണമെന്നാണ് ഇതിനിടയിൽ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ പിന്നെ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണം, സംസ്കാരം കാലം മാറുന്നതിനനുസരിച്ച് മാറുമ്പോൾ മനുഷ്യൻ കാലം മാറുമ്പോൾ മനുഷ്യനല്ലാതെ ആവണമെന്നില്ല. മനുഷ്യനല്ലാതെ ആവുന്നില്ല. പണ്ട് മനുഷ്യനല്ല എന്ന് പറഞ്ഞൊരു സങ്കല്പമുണ്ട്. നമ്മൾ ആ കൂട്ടത്തിലില്ല, അക്കൂട്ടത്തിൽ നമ്മളില്ല. പണ്ട് മനുഷ്യനല്ലായിരുന്നു. അപ്പൊ ഇവര് ശ്രമിക്കുന്നത് എന്തിനാ? പണ്ട് അച്ഛനമ്മമാര് കാട്ടില് മരക്കൊമ്പിൽ നിന്ന് അടുത്ത മരക്കൊമ്പ് ചാടും, അപ്പ ഇഷ്ടപ്പെട്ടവനെ അപ്പാന്ന് വിളിക്കും, അപ്പോഴും ഇങ്ങോട്ടും ചാടും, ഇവിടെ നിന്ന് അങ്ങോട്ടും ചാടും. ഇപ്പൊ നമ്മൾ വയനാട് ചുരത്തേക്ക് പോകുമ്പോൾ കാണാ സൈഡ് കാണാ ചാടുന്നത്. ഇത് അച്ഛനമ്മയാണ്, ഇത് വാപ്പയുമ്മയാണ്, ഇതാണ് നമ്മുടെ നേതാക്കന്മാർ എന്ന് വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോ കൾച്ചർ മാറിയാലും അതേപോലെ ആവാനല്ലേ പോണ്ടുള്ളൂ. കൾച്ചർ മാറിയാൽ അതേപോലെ ആവാനല്ലേ പോവുള്ളൂ. മനുഷ്യനെ മനുഷ്യനായി കണ്ട് എക്കാലത്തും മനുഷ്യന്റെ മനുഷ്യത്വം എന്ന് പറയുന്നതിന് പവർ കൊടുത്ത് അതിവിടെ നഷ്ടപ്പെട്ടുകൂടാ. ആ സംസ്കാരം ഇവിടെ നിലനിൽക്കണം, ഒരു കുടുംബ വ്യവസ്ഥ ഇവിടെ നിലനിൽക്കണമെന്ന് ഇന്ന് ആഗ്രഹിക്കുന്നവർ ഇന്നെഴുതുന്ന ഒരു നിയമം 10 കൊല്ലശേഷം കാടത്തമെന്ന് പറയേണ്ട നിയമമാണെന്നത് ഓർക്കണം. 20 കൊല്ലം കഴിഞ്ഞാൽ വലിച്ചെറിയുമെന്നത് മറക്കരുത്. ഇത് കേൾക്കൂ, എന്നിട്ട് നിങ്ങൾ നിഷേധിക്കൂ. അങ്ങനെ അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. മനുഷ്യൻ അന്നും ഇന്നും മനുഷ്യനാണ്. ആണ് ആണാണ്, പെണ്ണ് പെണ്ണാണ്. ആണിന് ആണിന്റെ സ്വഭാവമുണ്ട്, പെണ്ണിന് പെണ്ണിന്റെ സ്വഭാവമുണ്ട്. ആണിന്റെ വികാരം, പെണ്ണിന്റെ വിചാരം, ഇതിനെല്ലാം പ്രത്യേക തരങ്ങളുണ്ട്. ഇത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ആണിന് തോന്നുന്നതല്ല പെണ്ണിന് തോന്നുന്നത്, ആണിന് തോന്നുന്ന ആ തോതിലല്ല, അളവിലല്ല പെണ്ണിന് തോന്നുന്നത്, ആ സിസ്റ്റത്തിലല്ല പെണ്ണിന്റെ സിസ്റ്റമുള്ളത്. ഇതൊക്കെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിരിക്കെ ഈ നിയമങ്ങൾ പറഞ്ഞ പണ്ഡിതന്മാർക്കെതിരിൽ ആര് തിരിഞ്ഞാലും ഞാൻ ഇന്ന് പറയുന്നു, ഇന്ന് നിങ്ങൾ ഒരു സംസ്കാരം പറയുന്നുണ്ട്. നേതാക്കന്മാർക്കുള്ളിൽ ആ സംസ്കാരമില്ല. ശ്രദ്ധിക്കണേ, നേതാക്കന്മാരുണ്ടല്ലോ ഈ സംസ്കാരത്തിന് വേണ്ടി ശബ്ദിക്കുന്നവർക്ക് ഉള്ളിൽ എന്തില്ല. ഉള്ളിൽ ചില ആൾക്കാർക്ക് നേരത്തെ പറഞ്ഞ മാതിരി ഒന്നുകൂടാതെ പോകണമെന്നാണ് താല്പര്യം. പക്ഷെ അത് പറഞ്ഞപ്പോൾ ആൾക്കാർ എന്താ വിചാരിക്കാച്ചിട്ട് കുറച്ചെങ്കിലും ഇടണമെന്ന് ഇപ്പൊ പറയുകയാണോ? അത് നമ്മൾ തുറന്നു പറയാണ്. എന്തുകൊണ്ട്? നാളെ സംഭവിക്കാനിരിക്കുന്നത് അതാണ്. ഈ കാലം സഞ്ചരിക്കുന്നത് അങ്ങോട്ടാണ്. ഇതിനെ നിഷേധിക്കാൻ ചരിത്രം പഠിച്ച കേരളീയ സംസ്കാരം, യൂറോപ്യൻ സംസ്കാരം, ലോകത്ത് പല ഭാഗത്തും മനുഷ്യനിർമ്മിത സംസ്കാരങ്ങളുണ്ടോ? ശ്രദ്ധിക്കണം, ലോകത്ത് മനുഷ്യവാസമുള്ളിടത്ത് മനുഷ്യനിർമ്മിത സംസ്കാരം എവിടെയുണ്ടോ അവിടെയെല്ലാം കാലം മാറുമ്പോൾ കോലം, ഡ്രസ്സ്, അളവ്, മറക്കേണ്ടതൊക്കെ മാറിക്കൊണ്ടേയിരിക്കും. എന്നാൽ മനുഷ്യനെ പടച്ച സൃഷ്ടാവായ റബ്ബ് തമ്പുരാൻ ഈ മനുഷ്യൻ എന്ത് മറക്കണം, എപ്പോ മറക്കണം, എങ്ങനെ മറക്കണം എന്ന് രൂപപ്പെടുത്തി എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ وقرن في بيوتكن ولا تبرجن تبرج الجاهلية الأولى. വിശുദ്ധ ഖുർആൻ ആ സന്ദർഭത്തിൽ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഹിജാബ്, അന്ന് ഇറങ്ങിയ ഹിജാബ് ഇന്നുമുണ്ട്. ഈ സംസ്കാരം നിലനിൽക്കണമെന്ന് പറഞ്ഞത് ഒരിക്കലും ഒരു വിഭാഗത്തിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണെന്ന് തെറ്റിദ്ധരിക്കരുതേ. ഇന്നത്തെ കേരളീയ സംസ്കാരം ഇവിടെ നിലനിൽക്കണമെന്ന് പറയുന്നവർ ഓർക്കണേ, ഇന്നത്തെ സംസ്കാരം 100 കൊല്ലം മുമ്പ് നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ, നിങ്ങളിൽ നിന്ന് മരിച്ചുപോയ 100 കൊല്ലം മുമ്പ് മരിച്ചുപോയവരെ കണ്ടുമുട്ടിയിട്ട് മുസ്ലിം, ഇസ്ലാം, ക്രിസ്ത്യൻ അല്ല ചർച്ചട്ടോ. ഇന്ന് കേരളീയ സംസ്കാരത്തിൽ ഒരു ഡ്രസ്സിന് ഒരു അളവുണ്ടല്ലോ. ഈ അളവ് എടുത്തുപിടിച്ച് 100 കൊല്ലം മുമ്പുള്ള ഒരാളെ മുമ്പിൽ വെച്ച്
നിങ്ങളുടെ മൂത്ത ആളോട് ചോദിക്കി, ഇങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ കേരളത്തിൻ്റെ അവസ്ഥ. കേരളം ഭ്രാന്താലയമായോ എന്ന് മരിച്ചുപോയവർ ചോദിക്കുമെങ്കിൽ അടുത്ത തലമുറ ഇത് തന്നെയാണ് ആവർത്തിക്കാൻ പോകുന്നത്. ഇതല്ല സംസ്കാരം, ഇതല്ല പുരോഗമനം. പുരോഗമനം കാലം നീളും തോറും ഡ്രസ്സ് ഇങ്ങനെ അഴിഞ്ഞു പോകലല്ല പുരോഗമനം. മനുഷ്യൻ മനുഷ്യനാണെങ്കിൽ, സ്ത്രീ സ്ത്രീയാണെങ്കിൽ, പുരുഷൻ പുരുഷനാണെങ്കിൽ അവരിൽ എന്തെല്ലാം നിക്ഷേപിച്ചിട്ടുണ്ട് അതെല്ലാം ആ അളവിൽ എന്നും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന് അനുസൃതമായ ഒരു നിയമം ആ സൃഷ്ടിച്ച സൃഷ്ടാവ് സംവിധാനിച്ചിട്ടുണ്ട്. അതിനാണ് ഹിജാബ് എന്ന് അറബി പറയുന്നത്. അതങ്ങനെ നിലനിന്നാൽ കാലം എങ്ങനെ മാറിയാലും, എന്തെല്ലാം കണ്ടെത്തലുകൾ AI സൗകര്യം വികസിപ്പിച്ചെടുത്താലും വിശുദ്ധ ഖുർആൻ പറഞ്ഞ നിയമത്തിന് ഒരു മാറ്റവും വരില്ല. അതുകൊണ്ട് കുടുംബ വ്യവസ്ഥ സന്തോഷത്തോടെ അവർക്ക് അവരുടേതുമായി സന്തോഷത്തോടെ ജീവിക്കാനുള്ള സുന്ദരമായ അന്തരീക്ഷം ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ പ്ലീസ് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഹിജാബിൻ്റെ രഹസ്യം ഒന്ന് പഠിക്കണം. പഠിക്കാൻ മടിയുണ്ടെങ്കിൽ, ഇന്നത്തെ കേരള സംസ്കാരത്തിൽ ഒരു ഹിജാബ് ഉണ്ടല്ലോ, ചെറിയ മറ, അതിൻ്റെ രഹസ്യം ഒന്ന് പഠിക്കണം. അതൊന്ന് ആഴത്തിൽ പഠിച്ചാൽ അതിൻ്റെ പൂർണ്ണതയാണ് ഇത് എന്നവർക്ക് ബോധ്യമാകും എന്ന് മാത്രമാണ് ആ വിഷയത്തിൽ തൽക്കാലം പറയാനുള്ളത്.